പള്ളിയുടെ പ്രസിഡന്റാണ്, സംഘടനയുടെ സെക്രട്ടറിയാണ്, പ്രസ്ഥാനത്തിന്റെ ഭാരവാഹിയാണ്, സ്ഥാപനത്തിന്റെ കമ്മിറ്റി അംഗമാണ്. പക്ഷേ മകളുടെ കല്യാണത്തിന് ദീനില്ല, മകന്റെ കല്യാണത്തിന് മതമില്ല, വീട്ടിലെ ആചാരങ്ങൾക്ക് മതം ബാധകമല്ല. അയ്യോ കഷ്ടമായി പോയല്ലോ. എവിടെ പോയി നമ്മുടെ ഇലാഹി വിചാരം? ഇവിടെ എനിക്ക് റബ്ബ് തന്നതാണ് എന്റെ മോള്, റബ്ബ് തന്നതാണ് എന്റെ സ്വത്ത്, റബ്ബ് തന്നതാണ് എന്റെ സ്ഥാനം, റബ്ബ് തന്നതാണെല്ലാം. ആ റബ്ബിനെ മറന്നിട്ട് മോളെ കല്യാണം, ഓ എത്ര സങ്കടമാണ്. ആ റബ്ബിനെ മറന്നിട്ട് ഞാൻ പുതിയ ആപ്പിള ഒരുങ്ങ, ഞാൻ ആ റബ്ബിനെ മറന്നിട്ട് ഞാൻ പുതിയ പെണ്ണാവുക, ആ റബ്ബിനെ മറന്നിട്ട് ഞാൻ അമ്മോശനാവുക, ആ റബ്ബിനെ മറന്നിട്ട് എന്റെ വ്യാപാരത്തിൽ വഞ്ചിക്കുക, ആ റബ്ബിനെ മറന്നിട്ട് ഞാൻ എന്റെ ഉപഭോക്താവിനെ ചതിക്കുക, ഞാൻ ആ റബ്ബിനെ മറന്നിട്ട് ഒരന്യ പെണ്ണിലേക്ക് തിരിയുക, ആ റബ്ബിനെ മറന്നിട്ട് ഒരന്യ പെണ്ണിന്റെ കൂടെ ശയിക്കുക, ആ റബ്ബിനെ മറന്നിട്ട് അനാവശ്യങ്ങളിലേക്ക് വരിക. ഇന്നാ ലില്ലാഹ്. നമ്മൾ ഇന്ന് താൽക്കാലിക ആനന്ദത്തിന് വേണ്ടി മതത്തെ ബലി കഴിക്കുന്നില്ലേ? നമ്മുടെ വീട്ടിലെ കല്യാണത്തിന് പൊന്നു പെങ്ങളെ തല തുറന്നിട്ട് അണിഞ്ഞൊരുങ്ങി അന്യപുരുഷന്റെ മുമ്പിൽ നിസ്കാരവും ഖളാക്കി ഒരുങ്ങിയിരിക്കുന്ന മണവാട്ടിയായില്ലേ പെങ്ങളെ? അല്ലാഹുവിനെ മറന്നത് ഒരാഘോഷത്തിന് വേണ്ടിയല്ലേ? ഒരു നൈമിഷിക ആനന്ദത്തിന് വേണ്ടിയല്ലേ? ഒരു താൽക്കാലിക സന്തോഷത്തിന്റെ സമയമെത്തിയപ്പോൾ പടച്ചവനെ മറന്ന പെങ്ങളെ ഒന്ന് മടങ്ങി വരൂ അല്ലാഹുവിലേക്ക്.